ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 13. രചന അവതരണം ആമിക. അപ്പോൾ പിന്നെ ഡീൽ. നമ്മൾ ശനിയാഴ്ച തന്നെ തറവാട്ടിലേക്ക് പോകുന്നു. ഇവിടെ നിന്നും അരമണിക്കൂറേ യാത്രയുള്ളൂ. അവിടെയാകുമ്പോൾ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെയുള്ള അനാഥാശ്രമത്തിലെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ഒക്കെ കാണാം. അവരുടെയൊക്കെ സ്നേഹം ആവോളം അനുഭവിക്കുകയും ചെയ്യാം. നിനക്ക് അവിടെ ഇഷ്ടമായാൽ നമുക്ക് സ്ഥിരമായി അവിടെ അങ്ങ് കൂടാം. അത് വലിയൊരു റിച്ച് ഏരിയയാ. വേണമെങ്കിൽ അവിടെ അടുത്തുള്ള വീടുകളിൽ പാർട്ട് ടൈം ജോലിക്കും പോകാം. ശാലിനി വാചാലയായി. എല്ലാം കൊണ്ടും തനിക്ക് അനുകൂലമായ സാഹചര്യമാണ്. പക്ഷേ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ തനിക്കാകുന്നില്ല. എല്ലാത്തിനും മറുപടിയായി ഒരു മൂളൽ മാത്രം നൽകി മീര ആലോചനയിൽ മുഴുകി. അപ്പോഴും മനസ്സിലാകെയുള്ള ചിന്ത താൻ ഗർഭിണിയാണോ എന്നത് മാത്രമായിരുന്നു. പോകുന്ന വഴിയിൽ എങ്ങനെയെങ്കിലും ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി അത് ഉറപ്പിക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് കിച്ചുവിനോട് വിവരം പറയണം. ഒരുപക്ഷെ താൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഈ ഹോസ്റ്റലിൽ തങ്ങാനുള്ള സാഹചര്യമില്ല. ഒന്നാമത് കന്യാസ്ത്രീകൾ നടത്തുന്ന ഹോസ്പിറ്റലാണ്. എത്ര നല്ല സ്റ്റാഫാണെങ്കിലും അവിവാഹിതയായ ഗർഭിണിയായ ഒരു സ്ത്രീയെ ഒരു സന്യസ്ത സ്ഥാപനങ്ങളും ഏറ്റെടുക്കില്ല. അവിടെ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആകെയുള്ള ആശ്രയം ശാലിനി മാത്രമാണ്. അവൾക്കൊപ്പം മാറുന്നതാണ് നല്ലത്. മീരയുടെ മനസ്സ് അവളോട് പറഞ്ഞു. ശരി, അപ്പോൾ പിന്നെ നമ്മൾ നാളെ തന്നെ പോകുന്നു. കിച്ചു വിളിച്ച തറവാട്ടിലെ നമ്പർ കൊടുക്കാൻ സിസ്റ്ററിനോട് പറഞ്ഞ് ഏർപ്പാട് ചെയ്യാം. പക്ഷേ അതിനു മുൻപ് ഒരു അത്യാവശ്യ കാര്യം എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഇനിയിപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും അത് തറവാട്ടിൽ ചെന്നിട്ട്. നമ്മുടെ സന്തോഷത്തിൽ ഒരു ടെൻഷനും സ്ഥാനമില്ല കുഞ്ഞേ. തൻ്റെ വാക്കുകൾക്ക് മറുപടിയായുള്ള ശാലിനിയുടെ ആവേശം കണ്ടപ്പോൾ മീര പിന്നെ ഒന്നും പറയാനും തുനിഞ്ഞില്ല. എങ്കിലും അവളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ടെൻഷൻ നിറഞ്ഞു നിന്നിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയും കിച്ചു വിളിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും അവനെ വിളിക്കാമെന്ന് വെച്ചാലും അവൻ്റെ നമ്പർ തൻ്റെ കയ്യിലില്ല താനും. എന്തായാലും അടുത്ത തവണ വിളിക്കുമ്പോൾ അവൻ്റെ നമ്പർ കൂടി വാങ്ങണം. ആ തീരുമാനത്തോടെ ആ രാത്രി മീര ഉറങ്ങാതെ നേരം വിളിപ്പിച്ചു. പിറ്റേന്ന് ആ മാസത്തെ അവധിയെടുത്ത് അവർ രണ്ടുപേരും ശാലിനിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. മനസ്സിലെ ടെൻഷൻ തൻ്റെ ഉള്ളൊരുക്കുമ്പോഴും തങ്ങളുടെ വഴികളിലെ കാഴ്ചകളിൽ മുഴുകി മീര ശാന്തിയായിരുന്നു. എടോ, താൻ പിന്നെയും സ്വപ്നം കാണുവാണോ? നമ്മുടെ സ്റ്റോപ്പ് എത്തി, വാ ഇറങ്ങാം. ശാലിനി ആവേശത്തോടെ പറയുമ്പോൾ മീര ചുറ്റും നോക്കി. സാമാന്യം വലിയൊരു ജംഗ്ഷനിലാണ് തങ്ങൾ എത്തി നിൽക്കുന്നത്. ഇവിടെ മെഡിക്കൽ ഷോപ്പുണ്ടോ? ബസ് ഇറങ്ങി ചുറ്റും നോക്കിക്കൊണ്ട് മീര ചോദിച്ചു. അത് ആ കോർണറിലാ. നമ്മുടെ വീട് ഈ വഴിക്ക് അല്പം കയറിയാൽ മതി. അത്യാവശ്യമില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വന്നു വാങ്ങാം. ഈ ബാഗൊക്കെ ചുമന്നുകൊണ്ട് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാ. എടോ, 2 വിരഗുളിക വാങ്ങണം. താൻ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ തന്നെ പോയി വാങ്ങിയിട്ട് വരാം. ശാലിനിയെ തടഞ്ഞുകൊണ്ട് മീര മനസ്സിൽ തോന്നിയ കള്ളം പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അല്ലെങ്കിലും നിനക്കല്പം കൃമികടി കൂടുതലാ. പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ കേൾക്കാം. പക്ഷേ ഒന്നും വിശദീകരിക്കാൻ നിൽക്കണ്ട. എല്ലാം വായി നോക്കികളാ. ശാലിനി പുറകിൽ നിന്നും വിളിച്ചു പറയുമ്പോൾ മീര ചെറിയൊരു പുഞ്ചിരിയോടെ ഷോപ്പ് ലക്ഷ്യമാക്കി. ചേട്ടാ, ഒരു പ്രഗ്നൻസി കാർഡ് തരാമോ? മുഖത്ത് ആവോളം സന്തോഷം നിറച്ചുകൊണ്ട് അവൾ ചോദിച്ചു. താൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ഗ്രാമമാണെന്നും അതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നും ഉറപ്പിച്ചുകൊണ്ടായിരുന്നു അവൾ തൻ്റെ ഭാവത്തിലുള്ള ആ മാറ്റം വരുത്തിയത്. ആർക്കാ മോളെ? പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഷോപ്പിലെ ചേട്ടൻ്റെ ആദ്യത്തെ ചോദ്യമെത്തി. മമ്മിക്കാ ചേട്ടാ. കഴിഞ്ഞ മാസം തുടങ്ങി പീരിയഡ്സ് ഇല്ല. കൂട്ടുകാർ പറഞ്ഞു പ്രായം 45 ആയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ ചേട്ടാ? അവളുടെ സാഹചര്യത്തിനൊത്തുള്ള ആ ചോദ്യത്തിൽ അദ്ദേഹം എന്തൊക്കെയോ മറുപടി പറഞ്ഞു. പക്ഷേ അതൊന്നും മീരയുടെ കാതുകളിൽ ശബ്ദമായി മുഴങ്ങിയില്ല. ചിന്തകളുടെ അഗാധമായ ഭാരം അവളുടെ കാതുകളെ മൂടിയിരുന്നു. പ്രഗ്നൻസി കാർഡിനൊപ്പം വിരയുടെ ഗുളികകളും വാങ്ങി ശാലിനിയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ മീര സ്വയം അത്ഭുതപ്പെട്ടു. വെറും ഗ്രാമവാസിയായിരുന്ന താൻ നഗരത്തിലെ കള്ളത്തരങ്ങളിലേക്ക് ഊളിയിടാൻ തുടങ്ങിയിരിക്കുന്നു. നിവൃത്തികേടിൻ്റെ ആൾമാറാട്ടം. അവൾ ആശ്വസിക്കാൻ ശ്രമിച്ചു. ബസ് ഇറങ്ങിയ സ്ഥലത്തു നിന്നും 5 മിനിറ്റ് നടന്നപ്പോൾ ശാലിനിയുടെ വീട്ടിലേക്കുള്ള ഗേറ്റ് കണ്ടു. റോഡിൽ നിന്നും ഗേറ്റ് മാത്രമേ കാണാനുള്ളൂ. ചുറ്റും നിറഞ്ഞ മരങ്ങൾ വീടിനെ മറച്ചിരിക്കുന്നു. അകത്തേക്ക് നടന്നപ്പോൾ ഒരു കാട്ടിലേക്ക് കയറുന്നത് പോലെ അവൾക്ക് തോന്നി. പഴക്കമേറിയതെങ്കിലും നന്നായി പരിപാലിച്ച ആ തറവാട് മീരയ്ക്ക് വല്ലാതെ ഇഷ്ടമായി. അവൾ ചുറ്റും നോക്കി അതിൻ്റെ ഭംഗി ആസ്വദിച്ചു. ഇതാണ് കഥകൾ ഉറങ്ങുന്ന മുല്ലശ്ശേരി തറവാട്. ഇനി കഥകൾക്ക് പകരം നമ്മൾ ഉറങ്ങാൻ പോകുന്നതും ഇവിടെ തന്നെയാണ്.
വീട് കണ്ടപ്പോഴേ തോന്നി പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ടെന്ന്. രക്തരക്ഷസ് കൂടെയുള്ളപ്പോൾ ബാക്കി ഐറ്റംസിനെ പേടിക്കണ്ടല്ലോ. ശാലിനിയുടെ വാക്കുകൾക്ക് തമാശ പറയുന്ന മീരയുടെ പുറകെ കുറുമ്പോടെ ഓടിയെത്താൻ ശ്രമിച്ച ശാലിനിക്ക് പിടികൊടുക്കാതെ മീര കുസൃതി കാണിച്ചു. ഒടുവിൽ ഓടിത്തളർന്ന് മുൻവശത്തെ ഇറയത്ത് പരസ്പരം ചാരി ഇരുന്നു കൊണ്ട് കിതയ്ക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ തൻ്റെ ബാല്യം തന്നിലേക്ക് തിരികെ എത്തുന്നത് പോലെ അവൾക്ക് തോന്നി. ഒരുപാട് കാലമായടോ ഇങ്ങനെയൊക്കെ ഒന്ന് സന്തോഷിച്ചിട്ട്. തന്നെ പരിചയപ്പെട്ടപ്പോഴാണ് ശരിക്കും ജീവിതത്തിൽ എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ടെന്ന് തോന്നി തുടങ്ങിയത്. തൻ്റെ കിച്ചു, അവൻ ഭാഗ്യവാനാടോ. ശാലിനി സ്നേഹത്തോടെ മീരയുടെ മടിയിലേക്ക് ചാരി. ആ നിമിഷം കിച്ചുവിൻ്റെ സാമീപ്യം മീര അറിഞ്ഞു. അത്രമേൽ സൗഹൃദമായിരുന്നു ശാലിനി അവൾക്ക് പകർന്നു നൽകിയത്. എടോ, വാതിൽ തുറന്നില്ല, ഇനി താമസിച്ചാൽ ഇരുട്ടാകും. ലൈറ്റിട്ട് ഈ വീടിന് ഉടമസ്ഥരെത്തിയ കാര്യം നാട്ടുകാരെ അറിയിക്കാം. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ശാലിനി വീടിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു. വ്യത്യസ്തങ്ങളായ ചിത്രപ്പടിയോടുകൂടിയ മണിച്ചിത്രത്താഴ് പോലെയുള്ള ആ വലിയ പൂട്ടു തുറന്ന് ശാലിനി വാതിലകത്തേക്ക് ശക്തിയിൽ തള്ളി. വല്ലാത്തൊരു ഞരക്കത്തോടെ അത് തുറന്നു വന്നു. ആ വീടിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് പോലെ എല്ലാം തടിയിൽ തന്നെ തീർത്തത്. എല്ലാം ഏതോ രാജശില്പിയുടെ കരവിരുതുപോലെ സുന്ദരമായി തോന്നിപ്പിച്ച ഭവനം. എടാ, ആ ഒരു മുറി മാത്രമേ വൃത്തിയാക്കിയിട്ടുള്ളൂ. തൽക്കാലം നമുക്ക് അവിടെ തങ്ങാം. ഇന്ന് രാത്രി ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കണം. അടുക്കളയിൽ സാധനങ്ങളൊന്നുമില്ല. ശാലിനി ഒരു മുറി അവൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. കുളിക്കലൊക്കെ പിന്നെയാകാം. ബാഗ് വെച്ചിട്ട് പെട്ടെന്ന് വാ. ഇരുട്ട് മുൻപ് ഭക്ഷണം കഴിച്ചു വരണം. എങ്ങനെയെങ്കിലും അകത്തെത്തി യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് മീര മനസ്സിൽ തീരുമാനമെടുത്തു തുടങ്ങുമ്പോഴേക്കും പുറത്തുനിന്നും ശാലിനിയുടെ ശബ്ദം അവളെ തേടിയെത്തി. എന്തായാലും വരാനുള്ള ദുരന്തം തേടിയെത്തുക തന്നെ ചെയ്യും. വന്നിട്ട് ടെസ്റ്റ് ചെയ്യാം. ശാലിനിയോട് തൽക്കാലം ഒന്നും പറയാൻ നിൽക്കണ്ട. പോസിറ്റീവ് ആണെങ്കിൽ ആദ്യം കിച്ചുവിനെ വിളിച്ചു വരുത്തി രജിസ്റ്റർ മാരേജ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റാരെങ്കിലും അറിയാൻ പാടുള്ളൂ. പൊതുവെ മെലിഞ്ഞ ശരീരമായതിനാൽ 5 മാസക്കാലത്തേക്കിന് ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. കിച്ചുവുമായുള്ള വിവാഹം കഴിഞ്ഞാൽ പിന്നെ മറ്റാർക്കും പ്രശ്നമുണ്ടാകില്ലല്ലോ. നിവൃത്തിയില്ലാത്തവർ കളിക്കുന്ന ആ കളി കളിക്കാൻ തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് മീര പുറത്തേക്ക് നടന്നു. മുത്തശ്ശിയോടൊപ്പം എത്ര നടന്നിട്ടുള്ള വഴിയാണെന്നറിയാമോ? ഈ വഴികളിൽ കൂടി നടക്കുമ്പോൾ എനിക്ക് മുത്തശ്ശിയുടെ മണം പോലും കിട്ടുന്നുണ്ട്. എത്ര സ്നേഹമായിരുന്നു എന്നോട് മുത്തശ്ശിക്കെന്നറിയാമോ? ഭക്ഷണം കഴിച്ച് തിരികെ നടക്കുമ്പോൾ ശാലിനി പറഞ്ഞുകൊണ്ടേയിരുന്നു. പാവം ശാലിനി, അവൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനാകെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. പക്ഷേ താൻ എത്ര ഭാഗ്യവതിയായിരുന്നു. തനിക്ക് ചാച്ചനും അമ്മയും കിച്ചുവിൻ്റെ പപ്പയും മമ്മിയും ഒക്കെ ഉണ്ടായിരുന്നു. തൻ്റെ ജീവിതം സ്വർഗത്തിലായിരുന്നില്ലേ? എന്നിട്ടും എല്ലാം തന്നിട്ട് ദൈവം ഓരോന്നായി തിരിച്ചെടുത്തു. ഇനി ആകെയുള്ളത് കിച്ചു മാത്രമാണ്. അവനില്ലെങ്കിൽ ഈ മീരയില്ല. ശാലിനി വാദോരാതെ സംസാരിക്കുമ്പോൾ മീര മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ കാണുന്നതാണ് തുളസിത്തറ. വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചേക്കാമല്ലേ? ദൈവങ്ങൾക്ക് അനിഷ്ടം തോന്നണ്ട. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി കിടക്കുന്ന തുളസിത്തറയിലേക്ക് കൈ ചൂട്ടിക്കൊണ്ട് ശാലിനി പറഞ്ഞു. സത്യത്തിൽ ആ നിമിഷം മാത്രമാണ് ശാലിനി ഒരു ഹിന്ദു പെൺകുട്ടിയാണെന്ന് മീര തിരിച്ചറിഞ്ഞത്. അല്ലെങ്കിൽ തന്നെ സൗഹൃദത്തിന് എവിടെ ജാതിയും മതവും? പോയി കുളിച്ച് വിളക്കുമായിട്ട് വാ, ഞാനിവിടെ ഇരിക്കാം. ഉമ്മറത്തേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് മീര പറഞ്ഞു. അതെ മോളെ, അവിടെയാണ് അസ്ഥിത്തറ. ഇവിടെ ഇരുന്ന് സ്വപ്നം കണ്ടാൽ ചിലപ്പോൾ ആത്മാക്കൾ ഇറങ്ങി വന്നെന്നും വരും. മുത്തശ്ശിയുടെ ആത്മാവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മരിച്ച കാർന്നവന്മാരുടെ ആത്മാവാണെങ്കിൽ എൻ്റെ പൊന്നെ, എനിക്കറിയില്ല അവരുടെ സ്വഭാവം. അവൾ പൊട്ടിച്ചിരിച്ചിട്ട് അകത്തേക്ക് പോയി. ഹൃദയം നുറുങ്ങുന്ന വേദനയ്ക്ക് നടുവിലും ചിരിക്കാൻ കഴിയുന്ന ശാലിനി മീരയ്ക്ക് വീണ്ടും ഒരു അത്ഭുതമാകുകയായിരുന്നു. വേണ്ട, അവളോട് ഒന്നും പറയണ്ട. ആ ചിരിക്ക് താൻ കാരണം ഒരു മങ്ങലുമേൽക്കരുത്. മീര ഉറച്ച തീരുമാനമെടുത്തു. പഴയ വീടാണെങ്കിലും ഉള്ളിൽ തന്നെ എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. രാത്രി സമയത്ത് ഒന്നിനു വേണ്ടിയും പുറത്തേക്ക് ഇറങ്ങണ്ട. കിടക്കും മുൻപ് ആകുലതയോടെ മീര വാഷ്റൂമിലേക്ക് നടന്നു. പേടിയുണ്ടേൽ ഞാനും കൂട്ടുവരാം, പുറകിൽ നിന്ന് ശാലിനി വിളിച്ചു പറഞ്ഞു. വേണ്ടായേ, പറ്റുമെങ്കിൽ അടുക്കളയിൽ പോയി അല്പം വെള്ളം എടുത്തിട്ട് വാ. ശാലിനി കാണാതെ പ്രഗ്നൻസി കാർഡ് ഉടുപ്പിൻ്റെ ഇടയിൽ തിരുകിക്കൊണ്ട് മീര പറഞ്ഞു. അകത്തേക്ക് കയറിയ മീര ചുറ്റും നോക്കി. ആ വാഷ്റൂം പഴയകാല രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഒരു നെടുനീളൻ സ്ലാവുമുണ്ട്. ടെൻഷൻ കുറയ്ക്കാനായി ശ്വാസം വലിച്ചെടുത്ത് മീര പതിയെ സാമ്പിൾ കളക്ട് ചെയ്തു. 3 തുള്ളി യൂറിൻ സാമ്പിൾ ഭാഗത്തേക്ക് ഒഴിച്ച് കണ്ണെടുക്കാതെ അവൾ നോക്കി നിന്നു. തൻ്റെ ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാനാകുമായിരുന്നു. ഭീതിയുടെ നിമിഷങ്ങൾ. ഈശോയെ, ആയിരിക്കല്ലേ? ഉറപ്പുണ്ടായിട്ടും മീര പ്രാർത്ഥിച്ചു.
ആദ്യം തെളിഞ്ഞു കണ്ട ചുവന്ന വരയോടൊപ്പം തന്നെ അടുത്തൊരു ചുവന്ന വര കൂടി തെളിഞ്ഞു വന്നു. അത് കണ്ടപ്പോൾ മീരയുടെ വയറ്റിൽ നിന്നും ഒരാന്തൽ പുറത്തേക്ക് വന്നു. അവളുടെ ശരീരം മുഴുവനായി വെട്ടുവിയർത്തു. തളർച്ചയോടെ അവൾ ആ കല്ലിലേക്കിരുന്നു. അതെ, ഉറപ്പായിരിക്കുന്നു, തൻ്റെ വയറ്റിൽ കിച്ചുവിൻ്റെ കുഞ്ഞ് വളരുന്നു. സന്തോഷമാണോ സങ്കടമാണോ തനിക്ക് തോന്നിയത്? ഇന്നും അതിൻ്റെ ഉത്തരം പറയാൻ തനിക്കാവില്ല. ഭയമുണ്ടായിരുന്നു, പക്ഷേ ഒരിക്കലും അത് സങ്കടമായിരിക്കില്ല. അത്രമേൽ സ്നേഹിച്ച ഒരാളുടെ കുഞ്ഞിനെ ഉദരത്തിൽ ഏറ്റുവാങ്ങാൻ ഏത് സ്ത്രീയാണ് സങ്കടപ്പെടുക? ഏതൊരു പെണ്ണിൻ്റെയും സ്വപ്നമല്ലേ അത്? അത് പറഞ്ഞുകൊണ്ട് മീര അതിമനോഹരമായി പുഞ്ചിരിച്ചു. അതെ, അതൊരു പ്രപഞ്ച സത്യമാണ്. ഒരു സ്ത്രീ ഉദരത്തിൽ വഹിക്കാൻ ആഗ്രഹിക്കുന്നത് അവൾ ഏറ്റവും സ്നേഹിക്കുന്നവൻ്റെ കുഞ്ഞിനെ തന്നെയാണ്. ആ കുഞ്ഞിനെ പൂർണ്ണ മനസ്സോടെ ഏറ്റുവാങ്ങുന്ന നിമിഷം അവളുടെ ഉള്ളിൽ അയാളോടുള്ള പ്രണയം 100 മടങ്ങ് കൂടുകയാണ്. മാതാപിതാക്കളുടെ പൂർണ്ണ തൃപ്തിയോടെ പരിപൂർണ സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിൽ മക്കൾ ഉണ്ടാകണം. എല്ലാം കേട്ടുകൊണ്ടിരുന്ന സിസ്റ്റർ മനസ്സിലോർത്തു, എൻ്റെ മകൻ അലോഷി, അവൻ തീർച്ചയായും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണം തന്നെയാണ്. ഒരു താലിച്ചരടിൻ്റെ സംരക്ഷണമില്ലാതെയാണ് ഞങ്ങൾ പരസ്പരം പങ്കുവച്ചതെങ്കിലും അവൻ്റെ മാതാപിതാക്കൾ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചതിൽ നിന്നാണ് അവൻ ജന്മം കൊണ്ടത്. ഒരുപക്ഷെ അത് തൻ്റെ മാത്രം ഉറപ്പായിരിക്കും. മീരയുടെ വാക്കുകൾ ഇടറി നിന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ വീണ്ടും ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. പതുക്കെ ഉള്ളിലുണ്ടായ ടെൻഷൻ കുറഞ്ഞു വന്നു. ഉദരത്തിലേക്ക് കൈകൾ വെച്ച് മീര തൻ്റെ കുഞ്ഞിനെ ചേർത്തു പിടിച്ചു. അവിവാഹിതയായ ഒരമ്മയുടെ വികാരമായിരുന്നില്ല അപ്പോൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. അത്യധികമായ സ്നേഹത്തിൻ്റെ ഒരു കുളിരായിരുന്നു. കിച്ചുവിൻ്റെ സുന്ദരമായ മുഖം, അവൻ്റെ പൂച്ച കണ്ണുകൾ എല്ലാം തൻ്റെ മുൻപിൽ തെളിയും പോലെ അവൾക്ക് തോന്നി. നമ്മുടെ കുഞ്ഞ്. അവൻ്റെ ശബ്ദം അവളുടെ കാതുകളിൽ പതിച്ചു. അതിതീവ്രമായ സ്നേഹത്തോടെ അവൾ അവനിലേക്ക് ചേർന്നു നിന്നു. നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന അവളുടെ നെറുകയിൽ അവൻ സ്നേഹത്തോടെ ചുംബിച്ചു. ഐ ലവ് യു മീര. കാതിൽ അവൻ്റെ സ്നേഹ സന്ദേശം മുഴുങ്ങിക്കേട്ടപ്പോൾ അവൾ ഒന്നുകൂടി കുറുകി അവനിലേക്ക് ചേർന്നു. താൻ അവിടെ എന്തെടുക്കുവാ? എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടും വയ്യ. ശാലിനിയുടെ ഉറക്കെയുള്ള ശബ്ദത്തിനൊപ്പം വാതിലിൽ മുട്ടും കേട്ടപ്പോൾ മാത്രമാണ് കഴിഞ്ഞതെല്ലാം സ്വപ്നമായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാക്കാനായത്. പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി കാർഡ് വസ്ത്രത്തിനുള്ളിലേക്ക് മറച്ചുവെച്ച് മുഖത്ത് ആവോളം സന്തോഷം നിറച്ചുകൊണ്ട് മീര പുറത്തേക്കിറങ്ങി. തനിക്ക് സ്വപ്നം കാണാൻ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ? ഈ വിശാലമായ ഷോറൂം മൂത്രമൊഴിക്കാനുള്ളതാ കുഞ്ഞെ. കളി പറയുന്ന ശാലിനിയെ നോക്കി അവൾ നന്നായി ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ ഭഗവാനെ, ഈ സാധനത്തിന് ചിരി കണ്ടിട്ട് തെറി വിളിക്കാനും തോന്നുന്നില്ലല്ലോ. ശാലിനി ആത്മകഥം പോലെ പറഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. വല്ലാത്ത തളർച്ചയോടെ ബെഡിൻ്റെ അരികിലേക്ക് നടക്കുമ്പോൾ മീരയുടെ ഉള്ളിൽ ഭയം നിറയാൻ തുടങ്ങി. ഇനിയും ഒരുപാട് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത് അപകടമാണ്. തൻ്റെ വയറ്റിൽ വളരുന്നത് ഒരു കുഞ്ഞാണ്. ഇപ്പോൾ തന്നെ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 4 മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ അതിനെ തനിക്ക് മൂടി വെക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കണം. ഇതറിയുമ്പോൾ കിച്ചുവിന് സന്തോഷമായിരിക്കുമോ? പെട്ടെന്ന് ഉള്ളിലിരുന്ന് ആരോ ചോദിച്ചു. മറ്റൊരവസരത്തിലാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ അവൻ്റെ യാത്ര ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ടാണ്. തങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞുകൂടി വരുമ്പോൾ എല്ലാം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നാൽ എന്തായാലും ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ പിതാവ് അവനാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിച്ചുവിന് വിവരം അറിയിക്കണം. പക്ഷേ എങ്ങനെ? ഒരുപക്ഷെ കിച്ചുവിൻ്റെ നമ്പർ പപ്പയ്ക്ക് അറിയാമായിരിക്കും. പക്ഷേ പപ്പയും മമ്മിയും എവിടെയാണെന്ന് പോലും തനിക്കറിയില്ല. തികച്ചും നിസ്സഹായമായ അവസ്ഥ. ഇനിയിപ്പോൾ എന്തു ചെയ്യും? അവൻ്റെ കോൾ വരുന്നതുവരെ കാത്തിരുന്നേ പറ്റൂ. കിച്ചിനു വേണ്ടിയുള്ള കാത്തിരിപ്പിനൊപ്പം ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. അവൻ്റെ കത്തിനു വേണ്ടി, ഒരു ഫോൺ കോളിനു വേണ്ടി മീരയുടെ ഉള്ളം തുടിച്ചു. എൻ്റെ ഈശോയെ, നടക്കുന്ന കാര്യങ്ങൾ ഇവളോടൊന്ന് പറയാൻ പോലും പറ്റുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരിക്കൽ താൻ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നറിഞ്ഞാൽ ആ പാവത്തിനത് സഹിക്കാനാകില്ല. എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ. മീര മനമുരുകി ദൈവത്തെ വിളിച്ചു. മാസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ 6 മാസമായിരിക്കുന്നു. എത്ര മുറുക്കി കൊടുത്തിട്ടും വയറ് പുറത്തേക്ക് കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഭയം മീരയുടെ ഉള്ളിൽ അതുപോലെ തന്നെ വളരാനും തുടങ്ങി. എന്താണോ തനിക്കൊരു സന്തോഷമില്ലല്ലോ? കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. പഴയതുപോലെ ഒന്നിനും ഒരു ഉത്സാഹമില്ലാത്തതുപോലെ. ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാണ് ശാലിനി അത് ചോദിച്ചത്. ഏയ്, അത് വേറൊന്നുമല്ലടാ. കിച്ചു പോയിട്ട് എത്ര മാസമായി? അവനിൽ നിന്ന് ഫോണോ കത്തോ ഒന്നുമില്ല. അവനിനി വല്ല അപകടവും സംഭവിച്ചു കാണുമോ? എനിക്ക് മരിക്കാൻ തോന്നുന്നു ശാലിനി. അത് പറഞ്ഞുകൊണ്ട് മീര പൊട്ടിക്കരഞ്ഞു. ഈ പെങ്കൊച്ചിൻ്റെ ഒരു കാര്യം, ചെക്കൻ വല്ല ജോലി തിരക്കിലുമാവും.
ഹോസ്റ്റലിലേക്ക് വിളിച്ചപ്പോൾ കന്യാസ്ത്രീ വല്ലതും പറഞ്ഞു കാണും. നമ്മൾ ഹോസ്റ്റൽ മാറിയത് അവർക്കത്ര പിടിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും അവൻ്റെ നമ്പർ കണ്ടുപിടിച്ച് നേരിട്ടങ്ങ് വിളിക്കാം, പോരെ? തൻ്റെ രാജകുമാരൻ ഉടനെ തന്നെ നിന്നെ തേടിയെത്തും, ശാലിനി അവളെ ആശ്വസിപ്പിച്ചു. കിച്ചുവിനെ പറ്റി യാതൊരു വിവരവും ഇല്ലാത്തത് മീരയെ വല്ലാതെ സങ്കടപ്പെടുത്തി. എങ്കിലും ശാലിനിയുടെ സ്നേഹത്താൽ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് താമസം മാറിയപ്പോൾ താനങ്ങ് നന്നായിട്ട് മിനുങ്ങിയിട്ടുണ്ടല്ലോ. അല്പം വയറൊക്കെ ചാടി, കൂടുതൽ സുന്ദരിയായതുപോലെ. പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് ചേഞ്ചിങ് റൂമിലേക്ക് നടക്കുമ്പോഴാണ് സഹപ്രവർത്തകയായ നേഴ്സ് കമന്റ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ മീരയുടെ കാലുകൾ നിശ്ചലമായി. അതുവരെ ഒളിപ്പിച്ചു വെച്ചതെല്ലാം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഭയം അവളെ വല്ലാതെ വിഴുങ്ങി. തിന്നുന്നതൊക്കെ ശരീരത്തിൽ പിടിക്കണമെങ്കിൽ മനസ്സുകൂടി നന്നായിരിക്കണം. അതെന്തായാലും നിനക്കൊന്നുമില്ലല്ലോ. എൻ്റെ കൊച്ചിനെ നോക്കി കൊതി വിടാതെ പോകാൻ നോക്ക്. അത് കേട്ടു വന്ന ശാലിനി ചീറ്റപ്പുലിയെപ്പോലെ ചീറി. കണ്ണിൽ കാണുന്ന സകല അലവലാദികളോട് സംസാരിക്കാൻ നിൽക്കും. ഇനി എന്നാ കൊച്ച നീയൊന്നും നന്നാവുന്നേ? നടക്കും വഴി ശാലിനി പെറുപെറുത്തുകൊണ്ടേയിരുന്നു. ഇനിയും ഒന്നും ശാലിനിയോട് മറച്ചു വയ്ക്കാനാകില്ല. പക്ഷേ എവിടെ തുടങ്ങണം എന്നറിയില്ല. മീര വേദനയോടെ ആലോചനയിൽ മുഴുകി. എന്ത് സംഭവിച്ചാലും ഇന്ന് ശാലിനിയോട് എല്ലാം പറയണം. മറച്ചു വയ്ക്കും തോറും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും അത് ബാധിക്കും. ഗർഭകാല പരിചരണങ്ങൾ തനിക്കും കിട്ടിയേ പറ്റൂ. അമ്മയുടെ തെറ്റിന് എന്തിനു വേണ്ടി കുഞ്ഞുകൂടി ശിക്ഷിക്കപ്പെടണം? എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ മീര എന്ന ഈ പാപിയെ അവളും തള്ളിക്കളഞ്ഞേക്കാം. അങ്ങനെയെങ്കിൽ എവിടേക്ക് പോകും? മീരയുടെ ചിന്തകൾ ആ വഴിക്ക് മാത്രമായി. ഉള്ളിൽ വളർന്നുകൊണ്ടിരുന്ന കുഞ്ഞ് അതിൻ്റെ അമ്മയോട് കിന്നാരം പറയാൻ തുടങ്ങി. സങ്കടങ്ങളിൽ ആശ്വസിപ്പിക്കാനും സന്തോഷത്തിൽ കൂടെ ചിരിക്കാനും തൻ്റെ ഉള്ളിൽ തന്നെ ഒരാൾ. നാളെ മുതൽ ശാലിനിക്ക് നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. പകൽ ഡ്യൂട്ടി കഴിഞ്ഞ് മീര എത്തുമ്പോഴേക്കും അവൾ ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറായിട്ടുണ്ടാകും. ഒരു കണക്കിന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. കാരണം സ്വസ്ഥമായി ഉറങ്ങാനെങ്കിലും പറ്റുമല്ലോ. ഗർഭകാല ബുദ്ധിമുട്ടുകൾ മീരയ്ക്ക് നന്നായി തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഉച്ചയായപ്പോഴേക്കും മീര ഹോസ്പിറ്റലിൽ നിന്നും ലീവ് എടുത്തിറങ്ങി. ശാലിനി വരുന്നതിന് മുൻപ് അവളോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ട് മീര ആലോചനയോടെ ഇരുന്നു. വൈകിട്ട് ഏകദേശം 5 മണിയായപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. ശാലിനി വരാറായിട്ടില്ല. അപ്പോൾ പിന്നെ ആരായിരിക്കും ഈ നേരത്ത്? ചിന്തകളുടെ നൂലിഴകൾ കോർത്ത് മീര വാതിൽ തുറന്നു. എന്നാൽ തൻ്റെ മുൻപിൽ കണ്ട കാഴ്ച അവളുടെ ശ്വാസം ഒരു നിമിഷത്തേക്ക് തടഞ്ഞു നിർത്തി. അത് കേവലം ഒരു സന്ദർശകനായിരുന്നില്ല, മറിച്ച് തൻ്റെ മറവിയിലേക്ക് താൻ കുഴിച്ചു മൂടാൻ ശ്രമിച്ച തൻ്റെ വിധി തന്നെയായിരുന്നു. തൻ്റെ മുൻപിൽ പുഞ്ചിരിയോടെ നിന്ന ആ രൂപത്തെ കണ്ടതും മീരയുടെ പാദങ്ങൾ അവൾ അറിയാതെ തന്നെ പിന്നിലേക്ക് വെച്ചു. കണ്ണുകളിൽ ഭയത്തിൻ്റെ കറുത്ത നിഴലുകൾ പടർന്നു. ആൽബി, ആ പഴയ കൗമാരക്കാരനല്ല ഇപ്പോൾ തൻ്റെ മുൻപിൽ നിൽക്കുന്നത്. തോളുകൾ വിരിഞ്ഞ ഗൗരവമുള്ള ഒരു പൂർണ്ണ പുരുഷൻ. ഒരു പ്രേതത്തെ കണ്ടാൽ പോലും മീര ഇത്രയ്ക്ക് ഭയപ്പെടില്ലായിരുന്നു. അവളുടെ ഉള്ളൻകാലിൽ നിന്ന് തുടങ്ങിയ ഒരു തണുപ്പ് തലച്ചോറിലേക്ക് ഇരിച്ചു കയറി. നാവ് വരണ്ടുപോയ മീരയ്ക്ക് ഒരു വാക്കുപോലും ഉച്ചരിക്കാനായില്ല. എനിക്ക് അകത്തേക്ക് വരാമോ മീര? അതിസാധാരണമായ ഒരു പുഞ്ചിരിയോടെ സൗഹൃദം നടിച്ച് അയാൾ ചോദിച്ചു. പക്ഷേ ആ ചിരിയുടെ അരികുകളിൽ ഒളിഞ്ഞിരിക്കുന്ന കൗശലം പെട്ടെന്ന് ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മീരയുടെ ഉള്ളിൽ അപായത്തിൻ്റെ മണികൾ മുഴങ്ങി. അവൾ വല്ലാത്ത നെഞ്ചിടിപ്പോടെ ആ വാതിൽ വലിച്ചടയ്ക്കാൻ ശ്രമിച്ചു. മീര, നിൽക്ക്. കിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അവൻ ചില കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അകത്തേക്ക് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. തനിക്ക് അത്ര പേടിയാണെങ്കിൽ നമുക്ക് പുറത്തു നിന്ന് സംസാരിക്കാം. ആൽബിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ ഉള്ളിലെ ഭയം അല്പം മാറി. കിച്ചുവിൻ്റെ പേര് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം അവളുടെ ജാഗ്രതയെ കെടുത്തിക്കളഞ്ഞു. ഉപദ്രവിക്കാൻ വന്നവനാണെങ്കിൽ അവൻ ഒരിക്കലും പുറത്തുനിന്ന് സംസാരിക്കാൻ തയ്യാറാകില്ലല്ലോ. മീരയുടെ മനസ്സ് മന്ത്രിച്ചു. കിച്ചുവിനിലേക്ക് എത്താൻ മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ അവൾ അയാൾക്കായി വാതിൽ തുറന്നു കൊടുത്തു. മുൻപൊരിക്കൽ നാട്ടിൽ വന്നപ്പോൾ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ മീരയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. എടാ, ഞാൻ എയർപോർട്ടിൽ വെച്ച് ആൽബിയെ കണ്ടിരുന്നു. അവൻ പഴയ ആൽബർട്ടൊന്നുമല്ല, വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. എന്നോട് വിശേഷങ്ങൾ ചോദിച്ചു, നിന്നെക്കുറിച്ചും അന്വേഷിച്ചു. അന്നത്തെ സംഭവത്തിൽ അവന് വല്ലാത്ത പശ്ചാത്താപമുണ്ട്. നിന്നെ കണ്ട് മാപ്പ് ചോദിക്കണമെന്നൊക്കെ പറഞ്ഞു. അയാൾ അത്ര ദുഷ്ടനൊന്നുമല്ലടാ. പ്രായത്തിൻ്റെ ആവേശത്തിൽ ചെയ്ത തെറ്റുകളായിരിക്കാം. കിച്ചുവിൻ്റെ ആ വാക്കുകൾ മീരയുടെ മനസ്സിലൊരു ആശ്വാസമായി പടർന്നു. ആൽബി, ഇരിക്കൂ. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എന്തു പറയണമെന്നറിയാതെ അവൾ വിക്കി. അതൊന്നും സാരമില്ല മീര. തൻ്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കൂ.
എല്ലാം എൻ്റെ തെറ്റാണ്. പ്രായത്തിൻ്റെ ആവേശത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ. അയാൾ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. എന്തായാലും ആൽബിക്ക് ആ ബോധ്യം വന്നല്ലോ, അത് മതി, മീര പതുക്കെ പറഞ്ഞു. മീര, താൻ ആകെ മാറിയിരിക്കുന്നു. പെട്ടെന്നാണ് അയാൾ മീരയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അത് പറഞ്ഞത്. ആൽബിയുടെ കണ്ണുകൾ തൻ്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നടക്കുന്നത് മീര ഭീതിയോടെ അറിഞ്ഞു. പിടിക്കപ്പെടാൻ പോകുന്ന ഒരു മോഷ്ടാവിൻ്റെ അവസ്ഥയായിരുന്നു അപ്പോൾ അവളുടേത്. അറിയാതെ തന്നെ മീരയുടെ കൈകൾ തൻ്റെ ഉദരത്തെ പൊതിഞ്ഞു പിടിച്ചു. തൻ്റെ പേടി മാറിയിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. കുറച്ചുകൂടി തടിച്ച് സുന്ദരിയായിരിക്കുന്നു. നല്ല നിറവും വെച്ചിട്ടുണ്ട്. അതാ ഉദ്ദേശിച്ചത്. തൻ്റെ കിച്ചു ഭാഗ്യവാനാടോ. അവൻ ആഗ്രഹിച്ച പങ്കാളിയെ തന്നെ കിട്ടിയല്ലോ. ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ മീര ആശ്വാസത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, അത് പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. ഇത് സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.